നവകേരള സദസ്സിൽ 6 ലക്ഷത്തിലധികം പരാതികൾ ലഭിച്ചെന്ന് മന്ത്രി കെ രാജൻ. എല്ലാ പരാതികളും VVIP പരിഗണനയിലാണ് പരിഹരിക്കുന്നത്. സർക്കാരിന് ലഭിച്ച എല്ലാ പരാതികളിലും മറുപടി ഉണ്ടാകുമെന്നും മന്ത്രി. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നുണ്ട്. മേഘ, അല്പം മുമ്പാണ് മന്ത്രി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 6 ലക്ഷത്തിലധികം പരാതികൾ ലഭ്യമായിരിക്കുന്നു. അതിന് പരിഹാരമുണ്ടാക്കാൻ പ്രത്യേകം ഓഫീസർമാരെ നിയമിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ എന്താണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്? 136 മണ്ഡലങ്ങളിലാണ് നിലവിൽ നവകേരള സദസ്സ് പര്യടനം പൂർത്തിയാക്കിയത്. അതിന് പിന്നാലെയാണ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കണ്ടത്. ലക്ഷ്യം പോലെ തന്നെ നവകേരള സദസ്സ് നല്ല രീതിയിൽ നടന്നു. പരാതി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ തന്നെ നടക്കുകയാണ്. പല പരാതികളിലും പരിഹാരം കണ്ടെത്തി. മറ്റ് നടപടികൾ നിയമപരമായും മറ്റ് കൂടിയാലോചനകൾ നടത്തേണ്ടതുമായ പരാതികൾ ആ നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്തു വരികയാണ്. ഈ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ VVIP പരിഗണനയിലാണ് പരിഹരിക്കുന്നത് എന്നും ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന് കിട്ടുന്ന എല്ലാ പരാതികളിലും കൃത്യമായ മറുപടി ഉണ്ടാകും. 17-ാം തീയതി തുടങ്ങിയ ആരോപണങ്ങളിൽ ഇപ്പോൾ എത്ര ബാക്കി നിൽക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം തുടക്കം മുതൽ തന്നെ മാധ്യമങ്ങൾ ഈ ആഡംബര ബസ് എന്ന രീതിയിൽ വാർത്ത നൽകി. ബസ്സിന് യന്ത്ര തകരാർ ഉണ്ടായി എന്നുൾപ്പെടെയുള്ള വാർത്തകൾ നൽകിയ മാധ്യമങ്ങളുണ്ട്. അതെല്ലാം തെറ്റാണ് എന്ന് കൃത്യമായി തന്നെ മനസ്സിലായി. പ്രതിപക്ഷം ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിന് മറ്റൊരിടത്ത് പ്രതിപക്ഷം എല്ലാ തരത്തിലും ബഹിഷ്കരണം നടത്തുകയാണല്ലോ എന്ന ചോദ്യത്തോട് പ്രതിപക്ഷം ബഹിഷ്കരണ പക്ഷമായി മാറി എന്നതാണ് മന്ത്രി പ്രതികരിച്ചത്. പ്രതിപക്ഷമാണ് നിലവിൽ ആത്മപരിശോധന നടത്തേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനൊപ്പം തന്നെ നേരത്തെ BJP സ്നേഹ സദസ്സ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി എന്നത് കേരളത്തോട് സ്നേഹമുണ്ടെങ്കിൽ ആദ്യം തരാനുള്ള പണം തന്നു തീർക്കുകയാണ് BJP ചെയ്യേണ്ടത് എന്നും കെ രാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നവകേരള സദസ്സ് 2 ദിവസം കൂടി ഇനി ബാക്കി നിൽക്കുന്നു. 2 ഇടങ്ങളിൽ നേരത്തെ മാറ്റിവെച്ച പരിപാടികൾ നടക്കാനുണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് പൂർത്തിയായ ഇടങ്ങളിലൊക്കെ തന്നെയും പരാതി പരിഹരിക്കാനുള്ള ഇടങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നാണ് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. 6 ലക്ഷത്തിലധികം പരാതികൾ ലഭിച്ചു. അവയെല്ലാം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ വേഗത്തിൽ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി കെ രാജൻ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളാണ് മേഘ മാധവൻ നൽകിയത്.